വി.ഡി. സതീശന്റെ മണ്ഡലമായ പറവൂരിലെ വികസനം ചർച്ച ചെയ്യാൻ പ്രഭാത സവാരിയുമായി ഡിവൈഎഫ്ഐ. പുത്തൻവേലിക്കര IHRD കോളേജിൽ നിന്നും പുനർജനി പദ്ധതിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കാൻ എളന്തിക്കരയിൽ തറക്കല്ലിട്ട സ്ഥലം വരെ മോർണിംഗ് വാക്ക് നടത്തി. പുനർജനി പദ്ധതിക്കായിട്ട കല്ലുകൾ ദുരന്ത സ്മാരകമായി നിലനിൽക്കുന്നുവെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ജെയ്ക് സി തോമസ് പറഞ്ഞു. പറവൂരിൽ പ്രളയാനന്തരം എനിക്കൊന്നൊരു 18-19 കാലയളവിലാണെന്ന് തോന്നുന്നു ഈ പുനർജനി എന്ന കുപ്രസിദ്ധ പദ്ധതിയുടെ പേരിൽ വിദേശ രാജ്യങ്ങളിലടക്കം പണം പിരിച്ചിട്ട് ഇവിടെ ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. 19 സെന്റിൽ 15 പേർക്ക് വീട് വെച്ച് നൽകുന്ന മറ്റായിരുന്നു പ്രഖ്യാപനം. പക്ഷെ ഇപ്പോഴും ആ ഇട്ട കല്ല് ഒരു ദുരന്ത സ്മാരകം എന്നതുപോലെ അവിടെ കിടക്കുകയാണ്. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ LDF ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ക്യാമ്പയിന് കൂടി DYFI അടക്കമുള്ള സംഘടനകൾ തുടക്കമെടുത്തു. തീർച്ചയായിട്ടും പറവൂരിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം തറക്കല്ലിടുന്ന ആ രീതിയിലേക്ക് മാത്രമാണ് നടത്തിയത് എന്നുള്ളതാണ് ജെയ്ക് സി തോമസ് നേരത്തെ വ്യക്തമാക്കിയത്. UDF-നെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടായിരുന്നു ഈ ഒരു പ്രഭാത സവാരി DYFI നടപ്പിലാക്കിയത്. ജെയ്ക് സി തോമസ് ആയിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പുത്തൻവേലിക്കര IHRD കോളേജിൽ നിന്നും പുനർജനി പദ്ധതിക്കായി ഫ്ളാറ്റ് നിർമ്മിക്കാൻ വേണ്ടി തറക്കല്ലിട്ട സ്ഥലത്ത് എളന്തിക്കരയിലായിരുന്നു ഈ ഒരു മോർണിംഗ് വാക്ക് അവർ നടത്തിയത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സാധാരണക്കാരുടെ അടക്കം ദുരന്തത്തിൽപ്പെടുന്നവരുടെ അടക്കം കണ്ണുനീര് മാത്രം കണ്ടുകൊണ്ട് അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത UDF സർക്കാരിനെതിരെ ആയിരിക്കും ഈ ഒരു മത്സരം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.